നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴി കലിങ്ങിന്റെയും കൽക്കട്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA എച്ച് സലാം അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഓണം വിപണിയുടെ ഉദ്ഘാടനം നടത്തി. പാലിന്റെ ഗുണമേന്മയും ആരോഗ്യ പരിപാലനത്തിൽ പാലിന്റെ പ്രസക്തി എന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8ാമത് കരുമാടിക്കുട്ടൻസ് വള്ളംകളിയിൽ വെള്ളാംകുളങ്ങര ജേതാക്കളായി. ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിക്കാണ് 2ാം സ്ഥാനം. അമ്പലപ്പുഴ MLA എച്ച് സലാം വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴി കലിങ്ങിന്റെയും കൽക്കട്ടിന്റെയും ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം ചടങ്ങിൽ അധ്യക്ഷനായി. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴി കലിങ്ങിന്റെയും കൽക്കട്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ആ നല്ല വിഷന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വാടപ്പുഴി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം. പണം അനുവദിച്ച് അതിന്റെ പുറകെ കൂടി 4,19,00,000 ചിലവിൽ മനോഹരമായി 1,90,00,000 രൂപ ഭൂമിക്ക് കൊടുത്ത് ഇന്നത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുന്നത്, അതിൽ സലാമിനെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്തതാണ്, ബഹുമാനിക്കുക. അതാണ് ഞാൻ പറഞ്ഞ വോട്ട് വെറുതെ പോയില്ല, വോട്ട് കൊടുത്തത് വേണം. എന്താണ് അമ്പലപ്പുഴ നടന്ന വികസനമൊക്കെ? ഈ കേരളത്തിൽ ഒരു 10 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ, അത് ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞു, ഒരു 10 നിയമസഭാ മണ്ഡലം എടുത്താൽ അതിൽ ഒരു 5 വരുന്ന ഏറ്റവും വികസിതമായ മണ്ഡലങ്ങളിലൊന്നാണ് ഈ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലം. അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും സഹാബ് സലാമിനാണ് ഞാൻ പറയുന്നത്. തീരദേശ മേഖലയുടെ വികസനം എത്ര പദ്ധതികളാണ് നടക്കുന്നത്? റോഡ് വികസനം എത്ര പദ്ധതികളാണ്? പാലങ്ങൾ എത്ര പദ്ധതികളാണ്? സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ഇന്ത്യയിലുടനീളത്തിൽ പദ്ധതികളല്ലേ ആലപ്പുഴ പദ്ധതികൾ. 2.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലവും റോഡും 25 ലക്ഷം രൂപ ചെലവിൽ പൂർത്തീകരിച്ച സംരക്ഷണ ഭിത്തി, നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം സമീപവാസികളിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് 1.90 കോടി രൂപ ഉൾപ്പെടെ ആകെ 4.18 കോടി രൂപയാണ് വാടപ്പുഴി പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണത്തിന് ചെലവഴിച്ചത്. തുടക്കത്തിൽ 6 മീറ്റർ മാത്രമായിരുന്ന കലിങ്ക് സുഗമമായ സഞ്ചാരത്തിന് 10 മീറ്ററാക്കി വീതി വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഇരുഭാഗത്തേക്കും BMBC നിലവാരത്തിൽ റോഡും പൂർത്തിയാക്കിയതോടെ മണ്ഡലത്തിലെ തീരദേശ ഹൈവേയിലൂടെയുള്ള സഞ്ചാരം ഇതോടെ സാധ്യമാവുകയാണെന്നും അധികൃതർ പറഞ്ഞു. തീരദേശ റോഡ് വഴിയുള്ള ഗതാഗതത്തിന് വാടപ്പുഴി കലിങ്ക് നിർമ്മിച്ച് റോഡ് പൂർത്തിയാക്കണമെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാട്ടുകാർ എച്ച് സലാമിന് നിവേദനം നൽകിയിരുന്നു. എന്നാൽ റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ലഭ്യമാകാതിരുന്നത് പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിലാക്കി. ഇതോടെയാണ് സമീപവാസികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കി റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തത്. തുടർന്ന് 2024 മാർച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. നഗരസഭയുടെ തെക്കേയറ്റമായ വാടക്കൽ പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ 1ാം വാർഡിനോട് ചേർന്നുള്ള വാടപ്പുഴി കടലിൽ സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണം പൂർത്തിയായതോടെ സമീപവാസികൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാരാണ് നിത്യേന ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത്. മത്സ്യബന്ധി ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, കൗൺസിലർമാരായ മേരി ലീന, എൽജിൻ റിച്ചാർഡ്, B അജേഷ്, രമ്യ സുർജിത്ത്, പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരായ S ഗൗരി കാർത്തിക, S ബിനുമോൻ, വിഷ്ണു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C ഷാംജി, VG വിഷ്ണു, PU ശാന്താറാം, VJ ജോൺ, L മായ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഓണം വിപണിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ ഗവൺമെന്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് തുടക്കമായി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിന് സർക്കാർ സഹായത്തോടെ കൺസ്യൂമർ ഫെഡും സഹകരണ സംഘങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം വിപണി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു.
സാധനങ്ങൾ കമ്പോളത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഓണക്കാലത്ത് സ്വാഭാവികമായും വിലക്കയറ്റം വരും. ആ വിലക്കയറ്റത്തെ നമുക്കൊന്ന് തടഞ്ഞു നിർത്താനും ന്യായമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എല്ലാം കൊണ്ടും ഓണം ഇത്തവണ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണച്ചന്തകൾ ഇങ്ങനെ വ്യാപകമായി നമ്മൾ നടത്തുന്നുണ്ട്. കൺസ്യൂമർ ഫെഡും അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നടത്തുന്നുണ്ട്. ഇതിനു പുറമെ നമുക്ക് സാധാരണക്കാരായ ജീവനക്കാരുടെ തുടങ്ങിയ എല്ലാവരുടെയും കയ്യിലേക്ക് ഓണത്തിന് പണമെത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നു. 20,000-ഓളം കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇതിനോടകം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റം തടഞ്ഞു നിർത്താനും ന്യായമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടാണ് ഇത്തരം വിപണികൾ സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിജോ ജോസഫ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ആദ്യ വിൽപ്പന നടത്തി. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ സമ്മാന കൂപ്പൺ വിതരണം ചെയ്തു. ആലപ്പുഴ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ VK സുബിന ഓണം സ്പെഷ്യൽ കിറ്റിന്റെ വിതരണം നടത്തി. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ A. ഓമനക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. C. സിലീഷ്, PD ജോഷി, പ്രശാന്ത് ബാബു, ലെവിൻ K. ഷാജി, P. സുനിൽകുമാർ, TL പ്രീതിമോൾ, ജിഷമോൾ ജോസഫ്, സജി, P. സുനിൽ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവന്റ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് PS സുമേഷ് ചടങ്ങിന് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി R. ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. പാലിന്റെ ഗുണമേന്മയും ആരോഗ്യ പരിപാലനത്തിൽ പാലിന്റെ പ്രസക്തി എന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം നടത്തി. വിപണിയിൽ ലഭ്യമാകുന്ന പാലിന്റെ ഗുണമേന്മ, ആരോഗ്യ പരിപാലനത്തിൽ പാലിന്റെ പ്രസക്തി, ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉപഭോക്തൃ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ വിഭാഗം നടത്തിയ പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഒരു ഉത്പാദകനും വിൽപ്പനക്കാരനുമെല്ലാം നമുക്ക് ഉൽപ്പന്നം തരുമ്പോൾ അതിനെ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളും ആ ഉൽപ്പന്നത്തിൽ അങ്ങനെ ഒരു ഗുണവും നിലവാരവും വിലയെക്കുറിച്ചുള്ള കൃത്യമായ തീരുമാനത്തിനപ്പുറം വാങ്ങാതിരിക്കുകയും ചെയ്യുക എന്നെല്ലാമുള്ള സംഗതികൾ വിൽപ്പനക്കാരൻ കൂടി അതിന് ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ്. അങ്ങനെ കാണിക്കാതെ ഉപഭോക്താക്കളെ വഞ്ചിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ അവകാശം നമുക്കുണ്ട്. രാജ്യത്ത് നിൽക്കുന്ന നിയമം അങ്ങനെയാണ്. പക്ഷെ ആ നിയമത്തെ കുറിച്ച് പോലും നമുക്ക് കാര്യം പറയേണ്ടി വരില്ല. നമ്മളങ്ങനെ ആ ഭാഗത്തേക്കുള്ള നോക്കില്ല. ഏത് സ്ഥാപനത്തിന്റെ കയ്യിൽ നമ്മുടെ ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിന് ഒരു വഞ്ചനയുടെ ഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിശ്ചയമായി നമുക്ക് നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയും. ആ നിയമപരമായ ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് ശരിയായ സേവനം ഉറപ്പുവരുത്താനും പറ്റും. പുന്നപ്ര മിൽമ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം റീജിയൻ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രോഡക്ട്സ് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ TK പ്രതുല ചന്ദ്രൻ, ആയാപ്പറമ്പ് രാമചന്ദ്രൻ, ആനിമൽ ഹസ്ബൻഡറി ജില്ലാ പ്രോഗ്രാം മാനേജർ CS സുചിത്ര, ജില്ലാ ഗുണനിലവാര ഓഫീസർ P. രമ്യ, ലാബ് ടെക്നീഷ്യൻ P. മുരളീധരൻ, ചമ്പക്കുളം ഡയറി ഫാം ഇൻസ്ട്രക്ടർ മാരിഷ കുമാർ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ ഡയറി ഫാം ഇൻസ്ട്രക്ടർ സിനി S. നായർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ശബരിമലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യപ്പ ഭക്തന്മാരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മന്ത്രി VN വാസവന് മനസ്സിലാകില്ല. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മനസ്സില്ലാത്ത ദേവസ്വം മന്ത്രി അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടാൻ എന്തർഹതയാണുള്ളതെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഈ സർക്കാർ. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ കഷ്ടപ്പെടുകയാണ്. VN വാസവൻ അയ്യപ്പ ഭക്തന്മാരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുന്നില്ലേ? ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മനസ്സില്ലാത്ത ദേവസ്വം മന്ത്രി അയ്യപ്പ ഭക്തന്മാരുടെ
സമ്മേളനം വിളിച്ചുകൂട്ടാൻ എന്ത് അർഹതയാണുള്ളത്? ഇതൊരു മതവിഷയമാണ്. ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ നടക്കുന്നതെല്ലാം ഹൈന്ദവ ആചാരമാണ്. അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ വിളിച്ചുകൂട്ടാൻ ഒരു മതേതര സർക്കാർ ശ്രമിക്കുന്നത് ശരിയല്ല. മാത്രവുമല്ല, 8ാമത് കരുമാടിക്കുട്ടൻസ് വള്ളംകളിയിൽ വെള്ളാംകുളങ്ങര ജേതാക്കളായി. ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിക്കാണ് 2ാം സ്ഥാനം. 8ാമത് കരുമാടിക്കുട്ടൻസ് വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളിൽ ലൂണ ബോട്ട് ക്ലബ് കരുമാടി തുടങ്ങിയ സോളി മേൽപ്പാടം ക്യാപ്റ്റനായ വെള്ളാംകുളങ്ങര 1ാം സ്ഥാനം കരസ്ഥമാക്കി. റെന്നി അടിവാക്കൽ ക്യാപ്റ്റനായ നിരണം ബോട്ട് ക്ലബ് തുടങ്ങിയ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി 2ാം സ്ഥാനം നേടി. ജവഹർ തായങ്കരി 3ാമതായി. ശ്രീവിനായകനാണ് 4ാം സ്ഥാനം. മണ്ഡപത്തിന് സമീപം TS കായലിൽ വള്ളംകളി കാണാൻ വിദേശികളടക്കം ആയിരങ്ങൾ ഒഴുകിയെത്തി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വള്ളംകളി H. ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. വലിയ സാമ്പത്തികമായ ഇങ്ങനൊരു വള്ളംകളി വിജയകരമായി പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു വിപുലമായ ഒരു സംഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു വള്ളംകളിയുടെ സാമ്പത്തികമായ ചെലവും പ്രയാസവും നമുക്ക് പറഞ്ഞു നൽകുന്നതാണ്. എന്നിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടനാട്ടുകാർക്ക്, ആലപ്പുഴക്കാർക്ക് വള്ളംകളി എന്നുള്ളത് നമ്മുടെ സിരകളിലേക്ക് അഗ്നി പടർത്തുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ്. അത് ലോകോത്തരമായി വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ സാധ്യതകളും ലക്ഷ്യമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. പരമ്പരാഗതമായി ചെയ്തു പോന്നിരുന്ന നിരവധി വള്ളംകളികളുണ്ട്. ആചാരപരമായി ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകവുമായും ചരിത്രവുമായും ചേർന്ന് നിൽക്കുന്ന ധാരാളം വള്ളംകളി നമ്മുടെ ആലപ്പുഴയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 30-ാം തീയതി പുന്നമടക്കായലിൽ അരങ്ങേറുകയാണ്. ആ വലിയ വള്ളംകളികളുടെ എല്ലാം മുന്നോടിയായി തന്നെ ഇത്തരം പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിൽ അധ്യക്ഷയായി. റജി അടിവാക്കൽ, RK കുറുപ്പ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തകഴി പഞ്ചായത്ത് പ്രസിഡന്റ് S. അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ വേണുഗോപാൽ, R. ജയരാജ്, G. വേണുലാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ P. രമേശൻ, അംബിക ഷിബു, പഞ്ചായത്ത് അംഗങ്ങളായ K. സിയാദ്, S. ശ്രീലേഖ, C. ശ്രീകുമാർ, P. നിഷമോൾ, വീണ ശ്രീകുമാർ, A. അജീഷ്, P. ജയലളിത, മഞ്ജു വിജയകുമാർ, റീന മതികുമാർ, നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ വിവേക് ശശിധരൻ, കരുമാടിക്കുട്ടൻസ് ജനറൽ സെക്രട്ടറി ബിജു P. മംഗലം എന്നിവർ സംസാരിച്ചു. RK കുറുപ്പ് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശ ഹൈവേയിൽ പൂർത്തിയായ വാടപ്പുഴ കലിങ്ങിന്റെയും കൽക്കട്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA H. ഇസ്ലാം അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R. നാസർ ഓണം വിപണിയുടെ ഉദ്ഘാടനം നടത്തി. പാലിന്റെ ഗുണമേന്മയും ആരോഗ്യ പരിപാലനത്തിൽ പാലിന്റെ പ്രസക്തി എന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8ാമത് കരുമാടിക്കുട്ടൻസ് വള്ളംകളിയിൽ വെള്ളാംകുളങ്ങര ജേതാക്കളായി. ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിക്കാണ് 2ാം സ്ഥാനം. അമ്പലപ്പുഴ MLA H. ഇസ്ലാം വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.